ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ഡേ വ്ളോഗാണ് കേട്ടോ. ക്ലീനിങ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ട് നല്ലപോലെ കളയൊക്കെ വന്ന് അങ്ങനെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് പിന്നെ നമ്മുടെ ചെടികൾ കുറച്ച് നടാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗും കൂടി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മളൊരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കേട്ടോ. ഇതിലിപ്പോൾ അത്യാവശ്യം ചകിരിച്ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏതൊരു ചെടികൾ നടുകയാണെങ്കിലും നമുക്കതിൽ അധികമായിട്ട് വേണ്ടത് നൈട്രജൻ ആണ് കേട്ടോ. അപ്പോൾ നൈട്രജന് അധികം അടങ്ങിയിട്ടുള്ള വളം എന്ന് പറയുന്നത് ചാണകം തന്നെയാണ്. അപ്പോൾ ചാണകം നമ്മളിതിലേക്ക് കുറച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടികളൊക്കെ നല്ല ഉഷാറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ചാണകം ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ചകിരിച്ചോറ് മിക്സ് ആക്കിയത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിൽ ചാണകം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതുപോലെ 2-3 പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അന്ന് കൊണ്ടുവന്ന ദിവസം തന്നെ നമ്മളിത് അങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബേബീസും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാനും സിസ്റ്ററും കൂടെയാണ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. കൂടെ നമ്മളെ കുട്ടികളും നമ്മളെങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആ വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഇതിലെ മണ്ണൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മാറ്റി നമ്മൾ വളങ്ങളൊക്കെ ചേർത്തിട്ട് നട്ടിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഓൾറെഡി നട്ടതായിരുന്നു. നമ്മൾ വളങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മേലെ കുറച്ച് ചകിരിച്ചോറൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാ ചട്ടികളും മഴയൊക്കെ കാരണം ചെളിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അതിലെന്താ പറയുക, ചെളിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള ചെടികളിൽ നമുക്ക് കൂടുതലായിട്ട് ലീഫ് പ്ലാന്റ്സ് ആണ് കേട്ടോ അധികമുള്ളത്. പിന്നെ റോസ് ഐറ്റംസ് ആകെ 2 ചെടികളെ നമ്മളെടുത്തുള്ളൂ. ഇതിപ്പോൾ കുഞ്ഞ് തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു തക്കാളി തൈ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിന് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് അങ്ങനെ ചെറിയ കുഞ്ഞു തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടികൾ. ഇപ്പോൾ പിന്നെ ആന്തോറിയം അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയും കൂടെ കാണിക്കാം. ഈ ചെടിയല്ല, ഇതിപ്പോൾ വലിയ മരമായിട്ടുണ്ട്. സംഭവം ഇത് എൻ്റെ സിസ്റ്ററുടെയും ഒരു പ്രായം ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങൾ കുഞ്ഞതായിരിക്കുമ്പോൾ ഉപ്പ വാങ്ങിച്ച് നട്ടിരുന്നതാണ്. ഇപ്പോൾ അത് വലിയൊരു മരമായി. ഞങ്ങൾ വീട് മാറിയപ്പോൾ അത് ഇവിടെയും കൊണ്ടുവന്ന് നട്ടു. ഇപ്പോൾ അത് വലിയൊരു മരമായി കേട്ടോ. ഒരു ഓർമ്മയ്ക്ക് തന്നെ പറയാം, എൻ്റെ ഉപ്പാൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയും കൂടെയാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ കണ്ട സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഇത് ടയറിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.